ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനമുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു തിരിച്ചടിയിലാണ് ആഗോള വിപണികളിലെല്ലാം. യുഎസ് വിപണികളാണ് ഏറ്റവും കൂടുതൽ നഷ്ടത്തിലായതെങ്കിൽ അതിൻ്റെ ഒരു അലയൊലി മറ്റ് വിപണികളിലേക്ക്, പ്രത്യേകിച്ചും ഏഷ്യൻ വിപണികളിലുമെല്ലാം വളരെ വലിയ തോതിൽ ഒരു പ്രഹരമായി മാറുകയും നമ്മുടെ വിപണിയെ, ഇന്ത്യൻ വിപണിയെയും വളരെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു. ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിൽപ്പനയായിരുന്നു ഇന്നലെ വിപണിയിൽ ഉണ്ടായിരുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാണ്ട് 9,000 കോടി രൂപയുടെ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 12,000 കോടിയോളം രൂപയുടെ നിക്ഷേപം നടത്തിയെങ്കിൽ കൂടിയും വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കാനായില്ല. കാരണം ചെറുകിട നിക്ഷേപകരും വലിയ തോതിൽ പരിഭ്രാന്തരായി വിപണിയിൽ വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു അനിശ്ചിതത്വം അതുണ്ടാക്കുന്ന വിപണിയിലെ ഈ ഒരു വിൽപ്പനയുമെല്ലാം ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്ഷേപ അവസരമായി കണക്കാക്കാവുന്നതാണ്. ഏറ്റവും അനുയോജ്യമായ ഒരു സമയവുമാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു അനിശ്ചിതത്വമെല്ലാം മാറുന്ന ഒരു സാഹചര്യം അധികം വിദൂരത്തല്ല. കാരണം ഈ രീതിയിൽ ലോക സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഏറ്റവും കൂടുതൽ ഒരു എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുക യുഎസിനെ തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായമോ ഒരു ചർച്ചയോ ഒക്കെ ഉണ്ടായി ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു സാധ്യതയും വിദൂരത്തല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വിപണിയെ സാരമായി ബാധിച്ചിരുന്നുവോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു അനുനയമോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ ഇതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അനിശ്ചിതത്വവും ഈ ഒരു വീഴ്ചയും ഈ ഒരു തിരുത്തലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപ അവസരം തന്നെയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഴ്ചയിൽ മികച്ച ഓഹരികളിൽ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുക എന്നുള്ളത് വളരെ ഗുണകരമായ സംഗതിയായിരിക്കും. എന്തായാലും ഇന്നും നേരിയ നഷ്ടത്തിലോ അല്ലെങ്കിൽ ഇന്നലത്തേനേക്കാൾ മാറ്റമില്ലാതെ ആയിരിക്കും വിപണിയിൽ വ്യാപാരം തുടങ്ങുക. ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം.